ലഹരി മാഫിയയെ കാട്ടിക്കൊടുത്തതിന്റെ പേരിൽ കോയമ്പത്തൂരിൽ വിദ്യാർത്ഥിയെ ലഹരി സംഘം മർദ്ദിച്ച് കൊലപ്പെടുത്തി. കോയമ്പത്തൂരിലെ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഹരി സംഘത്തിനെതിരെ വിവരം നൽകിയ വിദ്യാർത്ഥിയെയാണ് ക്രൂരമായി കൊലപ്പെടുത്തിയത്. തമിഴ്നാട് കള്ളക്കുറിച്ചി സ്വദേശിയും ചെട്ടിപ്പാളയത്തെ ഹിന്ദുസ്ഥാൻ എഞ്ചിനീയറിംഗ് കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥിയുമായ കെ അമുദനാണ് കൊല്ലപ്പെട്ടത്. കോളേജ് ഹോസ്റ്റലിലെ കഞ്ചാവ് വിൽപ്പനയെയും ലഹരി ഉപയോഗത്തെയും കുറിച്ച് അമുദൻ കോളേജ് മാനേജ്മെന്റിന് രഹസ്യ വിവരം കൈമാറിയിരുന്നു. മാനേജ്മെന്റ് ഈ വിവരം പുറത്തുവിട്ടതോടെയാണ് ലഹരി സംഘം അമുദനെ ലക്ഷ്യം വെച്ചതെന്ന് കുടുംബം ആരോപിക്കുന്നു. മലുമിച്ചംപട്ടിക്ക് സമീപമുള്ള മൈതാനത്തേക്ക് വിളിച്ചു വരുത്തി ഒരു സംഘം അമുദനെ ക്രൂരമായി മർദ്ദിച്ചു. മർദ്ദനമേറ്റ് മുറിയിലെത്തിയ അമുദന് കടുത്ത ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവവുമായി ബന്ധപ്പെട്ട് 5 കോളേജ് വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിദ്യാർത്ഥികൾ തമ്മിലുള്ള വ്യക്തിപരമായ വൈരാഗ്യവും ഫോൺ തട്ടിയെടുക്കലുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുമാണ് മർദ്ദനത്തിന് കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനമെങ്കിലും ലഹരി മാഫിയക്കെതിരെ വിവരം നൽകിയതാണോ കൊലപാതകത്തിന് പിന്നിലെ യഥാർത്ഥ കാരണമെന്ന് ഉറപ്പുവരുത്താൻ ചെട്ടിപ്പാളയം പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് 99 ന്യൂസ്, കോയമ്പത്തൂർ, തമിഴ്നാട്. നമസ്കാരം. 2026 പകുതിയിൽ ജെനിസിസ് ഏജ് കെയർ എത്തി നിൽക്കുമ്പോൾ ഇതിന്റെ 1ാം ഘട്ടം വളരെ സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ചെയ്യുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിച്ചു. ചില മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ജെനിസിസ് ഗാർഡന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട്. എങ്കിലും പലയിടങ്ങളിൽ നിന്നും സ്നേഹസമ്പന്നരായ പല മാതാപിതാക്കന്മാരും അവരുടെ റിട്ടയർമെന്റ് ജീവിതം ചെലവഴിക്കുവാൻ ജെനിസിസ് തിരഞ്ഞെടുത്തപ്പോൾ ഞങ്ങൾ 1ാം ഘട്ടത്തിൽ നിർമ്മിച്ച എല്ലാ റൂമുകളിലും ഏകദേശം റെസിഡൻസ് നിറഞ്ഞതിനാൽ ജെനിസിസ് ഗാർഡൻ ഏജ് കെയറിന്റെ 2nd പാർട്ട് ബിൽഡിംഗ് പണികൾ ഉടൻ ആരംഭിക്കുന്നു. നിങ്ങളുടെ റിട്ടയർമെന്റ് ജീവിതം നിങ്ങൾ തനിച്ചാണോ? നിങ്ങൾ വിഷമിക്കേണ്ട, ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്. ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക.